ലോകചരിത്രത്തിൽ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ പ്രതിസന്ധികൾ ഉടലെടുക്കുമ്പോഴെല്ലാം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ള സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രമുണ്ട്: സ്വർണം. സാമ്രാജ്യങ്ങൾ തകർന്നടിയുമ്പോഴും ലോകമഹായുദ്ധങ്ങൾ ഭൂമിയെ പിടിച്ചു കുലുക്കുമ്പോഴും ആധുനിക കാലത്തെ മഹാമാരികൾ വിപണികളെ നിശ്ചലമാക്കുമ്പോഴും നിക്ഷേപകരുടെ ഏക ആശ്വാസം സ്വർണമായിരുന്നു. ഓഹരി വിപണികൾ തകർന്നടിയുകയും കറൻസികളുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്ന അനിശ്ചിതത്വത്തിൻ്റെ നാളുകളിൽ ഒരു ഇൻഷുറൻസ് പോലെ നിക്ഷേപകർ സ്വർണത്തിലേക്ക് ഒഴുകിയെത്തുക എന്നതാണ് കാലാകാലങ്ങളായി നാം കണ്ടുവരുന്ന സാമ്പത്തിക സമവാക്യം. യുദ്ധകാലങ്ങളിൽ സ്വർണ്ണവില കുതിച്ചുയരും എന്ന ഈ പരമ്പരാഗത വിശ്വാസത്തിനാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അരങ്ങേറുന്ന പുതിയ സംഭവ വികാസങ്ങൾ പാടെ തിരുത്തിക്കുറിച്ചിരിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം മുറുകുമ്പോഴും സ്വർണ്ണവില കുതിച്ചുയരുന്നതിന് പകരം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചകളിലൊന്നിനെ അഭിമുഖീകരിക്കുകയാണ്. സുരക്ഷിത നിക്ഷേപമെന്ന് കരുതി സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും തങ്ങളുടെ സമ്പാദ്യം മാറ്റിയവർക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. സാധാരണഗതിയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നിക്ഷേപകർ അപകട സാധ്യതയുള്ള ഓഹരികളിൽ നിന്നും ക്രിപ്റ്റോ കറൻസികളിൽ നിന്നും പണം പിൻവലിച്ച് സ്വർണം വാങ്ങിക്കൂട്ടാറാണ് പതിവ്. ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ വിലയും സ്വാഭാവികമായും ഉയരും. എന്നാൽ നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഈ പരമ്പരാഗത രീതിശാസ്ത്രം അപ്രസക്തമാകാൻ പ്രധാന കാരണം ഈ സംഘർഷം നേരിട്ട് ബാധിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ഊർജ്ജ സിരകളെയാണ് എന്നതാണ്. ലോകത്തെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നായ ഇറാൻ ഈ യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ വിള്ളലുകൾ വീണു. ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന രീതിയിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ചരിത്രത്തിലാദ്യമായി എണ്ണവിലയും സ്വർണ്ണവിലയും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന വിചിത്രമായ പ്രതിഭാസമാണ് ഇവിടെ സംജാതമായത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് 11% ഇടിവുണ്ടായി. ഇത് 1983 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര തകർച്ചയാണ്. നിക്ഷേപകർ പതിറ്റാണ്ടുകളായി മുറുകെ പിടിക്കുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ അന്ത്യം കൂടിയാണ് ഈ വിലയിടിവ് സൂചിപ്പിക്കുന്നത്. എണ്ണവിലയും സ്വർണ്ണവിലയും തമ്മിൽ പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇവ രണ്ടും ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എണ്ണവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവുകളെയും വ്യാവസായിക ഉൽപ്പാദന ചെലവുകളെയും നേരിട്ട് ബാധിക്കുന്നു. ഇത് വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും ഒരുപോലെ വിലക്കയറ്റത്തിന് അഥവാ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നു. പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നത് ഏതൊരു രാജ്യത്തെയും കേന്ദ്ര ബാങ്കിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക്, അതായത് ഫെഡറൽ റിസർവ്, പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ പലിശ നിരക്കുകൾ ഉയർത്താൻ നിർബന്ധിതരാകുന്നുണ്ട്. പലിശ നിരക്ക് ഉയരുമ്പോൾ സ്വർണം അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുത്താൻ തുടങ്ങും. കാരണം സ്വർണം കൈവശം വെക്കുന്നവർക്ക് ബാങ്ക് പലിശയോ ഡിവിഡൻഡോ ലഭിക്കുന്നില്ല. പകരം സുരക്ഷിതത്വവും ഉയർന്ന പലിശയും വാഗ്ദാനം ചെയ്യുന്ന അമേരിക്കൻ ഗവൺമെന്റ് ബോണ്ടുകളിലേക്കും ട്രഷറി ബില്ലുകളിലേക്കും നിക്ഷേപകർ കൂട്ടമായി ചേക്കേറുന്നു. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന് വിനയാകുന്നത് അമേരിക്കൻ ഡോളറിന്റെ കരുത്താണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ ഇടപാടുകൾ നടക്കുന്നത് ഡോളറിലാണ്. അമേരിക്കൻ പലിശ നിരക്കുകൾ ഉയരുമെന്ന പ്രതീക്ഷയിൽ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഡോളർ വാങ്ങിക്കൂട്ടാൻ തുടങ്ങുമ്പോൾ ഡോളറിന്റെ മൂല്യം മറ്റ് കറൻസികൾക്കെതിരെ വർദ്ധിക്കുന്നു. ഡോളർ ശക്തിപ്പെടുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ നിക്ഷേപകർ സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചിലവേറിയ കാര്യമായി മാറുകയാണ്. ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുന്നു. കൂടാതെ യാതൊരു റിസ്ക്കുമില്ലാതെ അമേരിക്കൻ കടപ്പത്രങ്ങളിൽ നിന്നുള്ള ആദായം അത് വർദ്ധിക്കുന്നത് വൻകിട നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് അകറ്റുകയാണ്. ഭൗതികമായി സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിനേക്കാൾ ലാഭകരവും സുരക്ഷിതവും ഡോളറിലോ കടപ്പത്രങ്ങളിലോ പണം നിക്ഷേപിക്കുന്നതാണെന്ന് വിപണി തിരിച്ചറിയുന്നതോടെ സ്വർണത്തിന്റെ സുരക്ഷിത താവളം എന്ന പദവി ഡോളർ തട്ടിയെടുക്കുന്നു. സാമ്പത്തിക സമവാക്യങ്ങൾക്കൊപ്പം തന്നെ പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ വിപണി തകർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളും ലോകവിപണിയെ മുൾമുനയിൽ നിർത്തുകയാണ്. ഒരു വശത്ത് ഇറാനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മറുവശത്ത് വിട്ടുവീഴ്ചകൾക്കും ചർച്ചകൾക്കും തയ്യാറാണെന്ന സൂചന നൽകുന്നത് വിപണിയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുമെന്ന് ലോകം ഭയക്കുന്നു. സാധാരണ നിലയിൽ ഇത്തരം ഭയാനകമായ അന്തരീക്ഷത്തിൽ സ്വർണ്ണവില ഉയരേണ്ടതാണെങ്കിലും അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ നിക്ഷേപകരെ ഡോളറിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ സ്വർണം ഡിജിറ്റൽ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ഗോൾഡ് ETF-കളിൽ നിന്നുള്ള വൻതോതിലുള്ള വിൽപ്പന സ്വർണ്ണവിലയിലെ തകർച്ചയുടെ ആക്കം കൂട്ടി. അക്കങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ തകർച്ചയുടെ ആഴം വ്യക്തമാകും. രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $4,491 എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് സ്വർണം എത്തിയിരിക്കുന്നു. എന്നാൽ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഔൺസിന് $180 ഇടിയുകയും വില $4,325 താഴുകയും ചെയ്തു. സ്വർണത്തിന് പിന്നാലെ വെള്ളിയുടെ വിലയിലും സമാനമായ ഇടിവ് ദൃശ്യമാണ്.
വ്യാവസായിക ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന വെള്ളിയെ സംബന്ധിച്ചിടത്തോളം ആഗോള സാമ്പത്തിക മാന്ദ്യമുണ്ടാകാനുള്ള സാധ്യത വിപണിയെ കൂടുതൽ ഭീതിയിലാക്കുന്നു. നിക്ഷേപകർക്കിടയിലുണ്ടായ ഈ പരിഭ്രാന്തി സ്വർണ്ണവിലയിലെ വരും നാളുകളെ കൂടുതൽ അനിശ്ചിതത്വത്തിൽ ആക്കിയിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആഗോള മാറ്റങ്ങൾ അങ്ങേയറ്റം നിർണായകമാണ്. സ്വർണം കേവലം ഒരു മഞ്ഞലോഹമല്ല മലയാളിക്ക്, അതൊരു വികാരവും വലിയൊരു സമ്പാദ്യവുമാണ്. പവൻ വില 1.5 ലക്ഷം രൂപയും കടന്ന് മുന്നേറുമെന്ന് കരുതിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നുമാണ് വില താഴേക്ക് വരുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് ഈ വിലക്കുറവ് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. വിപണിയിലെ ഈ പ്രവണത തുടരുകയാണെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില 1 ലക്ഷത്തിന് താഴേക്കെത്താനുള്ള സാധ്യത വിദഗ്ധർ കാണുന്നുണ്ട്. എന്നാൽ വില ഉയർന്നു നിന്ന സമയത്ത് വലിയ ലാഭം പ്രതീക്ഷിച്ച് സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. വായ്പകളെടുത്തും മറ്റ് സമ്പാദ്യങ്ങൾ വിറ്റും സ്വർണം വാങ്ങിയവർക്ക് ഈ വിലത്തകർച്ച വലിയൊരു സാമ്പത്തിക ആഘാതമാകും സൃഷ്ടിക്കുക. ഈ പ്രതിസന്ധി നമുക്ക് നൽകുന്ന പ്രധാന പാഠം സ്വർണം എക്കാലത്തും സുരക്ഷിതമാണെന്ന അന്ധമായ വിശ്വാസം തിരുത്തണമെന്നാണ്. പഴയ കാലത്തെ പോലെ യുദ്ധങ്ങൾ കേവലം സൈനികമായ പോരാട്ടങ്ങളല്ല, മറിച്ച് സാമ്പത്തിക താൽപ്പര്യങ്ങളുടെയും നയതന്ത്രങ്ങളുടെയും വലിയൊരു യുദ്ധക്കളമാണ്. സ്വർണം എന്നത് ആഗോള വിപണിയിലെ മറ്റുൽപ്പന്നങ്ങളെപ്പോലെ തന്നെ വിപണിയിലെ ഒട്ടനവധി ഘടകങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. പശ്ചിമേഷ്യയിലെ ഒരു എണ്ണക്കിണറിൽ പൊട്ടുന്ന ബോംബോ അല്ലെങ്കിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് എടുക്കുന്ന ഒരു പലിശ നിരക്ക് തീരുമാനമോ മതി സ്വർണത്തിന്റെ തിളക്കം കുറയ്ക്കാൻ. അതുകൊണ്ട് തന്നെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. മുഴുവൻ സമ്പാദ്യവും സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി ലോക സാമ്പത്തിക ക്രമത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. എണ്ണയും ഡോളറും തമ്മിലുള്ള ഈ ബലപരീക്ഷണത്തിൽ സ്വർണം താൽക്കാലികമായി പിന്നോട്ട് പോയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ നയങ്ങളും ഇറാന്റെ നീക്കങ്ങളും എണ്ണവിലയെ എങ്ങോട്ട് നയിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സ്വർണത്തിന്റെ ഭാവി. വിപണിയിലെ ഈ ചാഞ്ചാട്ടങ്ങൾക്കിടയിൽ സാധാരണക്കാർ വൈകാരികമായി തീരുമാനമെടുക്കാതെ സംയമനം പാലിക്കേണ്ടതുണ്ട്. അറിവും വിവേകവുമാണ് ഈ മാറുന്ന കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിയുമ്പോൾ പഴയ സമവാക്യങ്ങൾ തിരികെ വരുമോ, അതോ ലോകം പുതിയ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ തേടിപ്പോകുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. അതുവരെ ഓരോ ചെറിയ മാറ്റങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഏക വഴി. രാജ്യാന്തര വിപണിയിലെ നിലവിലെ സാഹചര്യം നിക്ഷേപകരെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: ലോകം മാറുകയാണ്. അതോടൊപ്പം സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും മാറേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.